തന്റെ മഹാഭക്തനായ മാർക്കണ്ഡേയന്റെ രക്ഷാർത്ഥം മഹാദേവൻ മൂന്നാം തൃക്കണ്ണ് തുറന്നു കാലനെ ഭസ്മമാക്കി. കാലനില്ലാതായപ്പോൾ ലോകത്ത് മരണം തന്നെ ഇല്ലാതെയായി. ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോട് പരാതിപ്പെട്ടു. ദേവന്മാർ ആ പരാതി മഹാദേവന്റെ സന്നിധിയിലെത്തിച്ചു. അതിനൊരു പരിഹാരമെന്നോണം മഹാദേവൻ തന്റെ ഇടതു തൃക്കാൽ ഭൂമിയിലമർത്തി. ആ നിമിഷം തൃക്കാൽ പൊട്ടി അതിൽ നിന്നു ഗുളികൻ അവതരിച്ചു. ത്രിശൂലവും കാലപാശവും ഗുളികന്റെ കൈകളിൽ നൽകി കാലന്റെ പ്രവൃത്തി ഭൂമിയിൽ നിർവഹിക്കാൻ മഹാദേവൻ അവനെ അയച്ചു. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാലാണ് ഗുളികന് പുറംകാലൻ എന്ന പേരും. കാലൻ, അന്തകൻ, യമൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു. മലബാറിലെ തെയ്യക്കോലങ്ങളിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ് ഗുളികൻ. ഭൂതസ്ഥാന രക്ഷകനായി ഗുളികനെ കരുതി വരുന്നു. മുൻകാലങ്ങളിൽ വീട്ടിൽ പ്രായമായി മരിക്കാൻ സാധിക്കാതെ അസുഖവും യാതനയും അനുഭവിക്കുന്നവർക്ക് രോഗിയുള്ള വീട്ടുകാർ ആ രോഗിക്ക് മരണമുണ്ടാകുവാൻ ഗുളികനെ വീട്ടിലേക്ക് വരാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഗുളികൻ ആ വീട്ടിലെത്തിയാൽ ആ വീട്ടിൽ മരണമുണ്ടാകും. പക്ഷേ ഇന്നും ചിലർ അജ്ഞത മൂലം ഗുളികനെ വീട്ടിലേക്ക് പ്രാർത്ഥിച്ചു വരുത്താറുണ്ട്. ഗുളികനെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഗുളികൻ വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ മരണമുണ്ടാകുമെന്ന് അവർക്കറിയില്ല. പൊട്ടൻ തെയ്യത്തിനെയും ചാമുണ്ടിയെയും വീട്ടിൽ നിന്ന് വിളിച്ചാൽ അവർ വന്നാൽ വീട്ടിൽ കാരണമില്ലാതെ കലഹമുണ്ടാകും. മുത്തപ്പനെ വിളിച്ചാൽ വീട്ടിലുള്ളവർ ചിലപ്പോൾ നിർത്താൻ സാധിക്കാത്ത കള്ളുകുടിയന്മാരാകും. അങ്ങനെ വീട്ടിലേക്ക് വിളിക്കുന്ന ഓരോ തെയ്യവും ഏതെങ്കിലും ദുരിതമുണ്ടാക്കും. പൗരാണിക കാലത്ത് മഹർഷിമാർ രചിച്ച ഗ്രന്ഥങ്ങളിലൊന്നിലും ഗുളികനെക്കുറിച്ച് കാര്യമായി പരാമർശമില്ല. എന്നാൽ കേരളീയ ജ്യോതിഷ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ദശാധ്യായിയിലും പ്രശ്നമാർഗത്തിലും ഗുളികനെ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ കേരളത്തിലെ ജ്യോതിഷികൾ ഫലപ്രവചനത്തിൽ ഗുളികന്റെ സ്ഥിതിയും അത് സൃഷ്ടിക്കുന്ന ഫലവും സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. ഇതാണ് ശിവാംശജനായ മരണത്തിന്റെ ദൈവമായ ഗുളികന്റെ കഥ.